ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നവരാത്രി ദിനത്തിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, കുളിയെല്ലാം കഴിഞ്ഞു, വിളക്ക് കത്തിച്ചു. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ എല്ലായിടവും ഒന്ന് തൂത്തുവാരും കേട്ടോ. അതിനുശേഷം വിളക്ക് കഴുകിയിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ. അതൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാത്തത് കേട്ടോ. രാവിലെ നല്ല തിരക്കാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 8 മണിയാകുമ്പോൾ രാജേഷന് പോകേണ്ടതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഇഡലിയാണ് കേട്ടോ. ഇഡലി, മുളക് ചമ്മന്തി, തക്കാളി ചട്നി ഉണ്ടല്ലോ അത്, പിന്നെ അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെയാണ്. എന്തായാലും ഇഡലി ഉറപ്പായിട്ടും തിങ്കളാഴ്ച ദിവസം കാണും. അപ്പോൾ ഈ അരിയൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ തക്കാളി ചട്നിയുടെ പരിപാടിയിലോട്ടാണ്. അപ്പോൾ ഇന്ന് പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും സ്കൂളിൽ പോകണം. പിന്നെ തലേദിവസത്തെ അവിയലാണ് കേട്ടോ. എനിക്കും രാജേഷനും തലേദിവസത്തെ അവിയലും പിന്നെ മോര്, കുമ്പളങ്ങി ഇട്ട് വെച്ച മോര് കറി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം. പൊതിച്ചോറിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സൺഡേയിലല്ല, സാറ്റർഡേയിൽ അത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എടുക്കാതെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഒന്നും ചീത്തയാകത്തില്ലല്ലോ, നല്ല ഇതായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തലേദിവസത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കുന്ന. മക്കൾക്ക് മാത്രം അന്നന്ന് വെക്കുന്നതേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിയലുണ്ട്, മറ്റേ കുമ്പളങ്ങ കറിയുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പടവലങ്ങ മെഴുക്കുവരട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേഷൻ ഇന്ന് ലേറ്റായി, അവൻ പെട്ടെന്ന് ഓടിപ്പടച്ച് പോവുകയാണ് കേട്ടോ. ചില ദിവസം നേരത്തെ, ചില ദിവസം താമസിക്കും കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ അതേ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നോ, സേഫായിട്ടിരിക്കുകയാണോ, പിന്നെന്താണ്, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ നവരാത്രി വ്രതമൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഈ രീതിയിലൊക്കെ ആയിരിക്കും ആ വീട്ടിലെ അമ്മമാരൊക്കെ. കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന വീട്ടിലെ അമ്മമാരുണ്ടെങ്കിൽ മിക്കവരും നവരാത്രി വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ കൊച്ചിലേ എടുക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാനും അത് മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് വന്നതിന് ശേഷം വരുന്ന വഴി ഒരു കടയിൽ നിന്ന് സോപ്പ് പൊടി വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളിത് ഇവിടെ നിന്നാണ് സോപ്പ് പൊടി, കുറേ ചേച്ചിമാർ കൂടി ഉണ്ടാക്കി വിൽക്കുന്നതാണ് കേട്ടോ സോപ്പ് പൊടി. ഇങ്ങനെ അവിടെ ഈ ഡവിൻ്റെയൊക്കെ സ്പ്രേ ഒക്കെ കാണും കേട്ടോ, ഇങ്ങനെ മേത്ത് തൂക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ, അതൊക്കെ കാണും കേട്ടോ. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. നല്ലതാണ് സോപ്പ് പൊടിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് തുണി കുറേ ഉണ്ട്. ഡെയിലി തുണി കഴുകാണല്ലേ, നമ്മൾ എന്ത് പാടാണല്ലേ. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും എന്നും ഇങ്ങനെ തുണി കഴുകുക, ഇരിക്കുക, പാത്രം കഴുകുക, തൂത്തുവാരുക, ഇതൊക്കെ തന്നെയല്ലേ, വേറെ എന്താ. അപ്പോൾ അതിനുശേഷം ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് പൊന്നുകുട്ടിയുടെ സ്കൂളിൽ പോകണമായിരുന്നു. പൊന്നുകുട്ടിയുടെ ഓണപരീക്ഷയുടെ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന് കേട്ടോ. ക്ലാസ് മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് പോകണമായിരുന്നു. പ്രോഗ്രസ് കാർഡ് ഒപ്പിടലല്ല, പേപ്പർ കാണിക്കുന്ന പേരൻസിനെ വിളിച്ചിട്ടാണ് പേപ്പർ കാണിക്കുന്നത്. അപ്പം പൊന്നുകുട്ടിക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ പൊന്നുകുട്ടീനെ ഒരു എക്സാമിന് സെലക്ട് ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, 4th വീഡിയോയിൽ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ വീഡിയോ 4th വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടീനെ LSS എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് നേരം കേട്ടോ, ഒരു 3:30 വരെയും കണ്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു, മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. ദോശ. നമ്മുടെ കണ്ണൻകുട്ടന് ഇന്ന് വൈകിട്ട് നെയ് റോസ്റ്റ് വേണമെന്ന്. എന്താണ്, ചിലപ്പോൾ സ്കൂളിൽ ഇരുന്ന് വല്ലവരും പറഞ്ഞിട്ടാണോ എന്തോ, വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിന്ന് നെയ് റോസ്റ്റ് വേണം, എനിക്ക് വേറെ ഒന്നും വേണ്ട ഇന്ന്, എനിക്ക് നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നെയ് റോസ്റ്റ് അല്ലേ, കണ്ണൻകുട്ടന് ഒരു കുഴപ്പവും കൂടിയുണ്ട് കേട്ടോ, കറി വേണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും, അമ്മ ഇന്നെന്താ കഴിക്കാൻ എന്നൊരു ചോദ്യം വരും കേട്ടോ. ഞാൻ ചോദിക്കും, നീ എന്താ അപ്പാപ്പനാണോ? അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്താ അപ്പാപ്പനാണോ എന്ന് ചോദിക്കും. പിന്നെ കറി മസ്റ്റാണ് ഞങ്ങൾക്ക് കേട്ടോ. എന്താ കറി ഇന്ന്, കാപ്പിക്ക് എന്താ കറി അങ്ങനെ ചോദിക്കും. ഇഡ്ഡലിക്ക് എന്താ കറി, ദോശയ്ക്ക് എന്താ കറി, അപ്പത്തിന് എന്താ കറി, അങ്ങനെ ചോദിക്കുന്ന ഒരാളും കൂടെയാണ് കേട്ടോ. ചോറിനും കറി തിരക്കും. പക്ഷെ പൊന്നുകുട്ടി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, എന്ത് കൊടുക്കുന്നോ അത് കഴിക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ. 2 പേരും 2 തരത്തിൽ. അപ്പോൾ ഞാൻ നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ ഇട്ടിട്ട് ഇത് കണക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിപ്സി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരു പ്രത്യേക രുചി എനിക്ക് ഫീൽ ചെയ്യാം. ഞാൻ നെയ്യാണ് നേരത്തെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനുശേഷം നെയ്യ് ഉപയോഗിച്ചു.
ഇപ്പം നെയ്യും എനിക്ക് അങ്ങോട്ട് പിടിക്കാതെ വന്നപ്പോൾ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ ഇട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നെയ്യ് റോസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ദോശയും കൊണ്ട് പോയാൽ പെട്ടെന്ന് അത് കഴിച്ചിട്ട് അടുത്ത ദോശയും വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കണ്ണൻകുട്ടൻ ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ കേട്ടോ. കാരണം കഴിക്കാറില്ല, അപൂർവമായി വല്ലമേ അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാറുള്ളൂ കേട്ടോ. മെയിനായിട്ട് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ചോറ്, അങ്ങനത്തെ സാധനങ്ങൾ. സ്നാക്സ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട, അവൻ കഴിച്ചോളൂ. അപ്പോൾ ഞാനും ഒരു കടുങ്കാപ്പി ഇട്ട് കുടിച്ചു കേട്ടോ. കൂടെ 2 ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. പൊന്നുകുട്ടിക്ക് നെയ് റോസ്റ്റ് കൊടുത്തു കേട്ടോ. എനിക്ക് മെയിനായിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമ്മുടെ കണ്ണൻകുട്ടൻ്റെ ഭക്ഷണമാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് അത് പറയുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ടത്തെ സ്നാക്സ്, ആ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളക്ക് കത്തിക്കാനായിട്ട് തൂത്തൊക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പൂവൊക്കെ പുറത്ത് പോയി പറിച്ചു കേട്ടോ. വണ്ടി എടുത്ത് അങ്ങ് പടിഞ്ഞാറ് സ്ഥലത്തൊക്കെ പോയി കിറ്റൊക്കെ ആയിട്ട് പൂ പറിച്ചു കേട്ടോ. നടന്നല്ല, വണ്ടി എടുത്ത് പോയി. അതിൻ്റെ ഒന്നും വീഡിയോയും കാര്യങ്ങളും എടുത്തില്ല, കാരണം ഞാൻ ഓടിപ്പോയി പറിക്കുകയായിരുന്നു. കാരണം കണ്ണൻകുട്ടൻ കരച്ചിലായിരുന്നു. ഞാനും കൂടെ വരാമെന്നും പറഞ്ഞ് കരച്ചിലായതുകൊണ്ട് ഞാൻ പമ്മി പതുക്കെ പോയി അങ്ങനെ പോയി പറിച്ചുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നാമം ചൊല്ലാൻ വേണ്ടി വിളിക്കുകയാണ്. നാമമൊക്കെ ചൊല്ലി കേട്ടോ. അവന് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം പൊന്നുകുട്ടിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് പൊന്നുകുട്ടീനെ പറഞ്ഞ് കേൾപ്പിക്കാൻ പറഞ്ഞു. പഠിച്ചതൊക്കെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഇത് അവൻ പഴം കഴിക്കുകയാണ് കേട്ടോ. ഏത്തപ്പഴം ഇങ്ങനെ പഞ്ചസാര ഇട്ടിങ്ങനെ കൊടുത്തപ്പോൾ അത് കുത്തി ഫോർക്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അതിനുശേഷം പൊന്നുകുട്ടി പഠിച്ചതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇരുന്ന് പറഞ്ഞ് കേൾപ്പിക്കും. ചില സമയങ്ങളിൽ ഫുള്ള് പറഞ്ഞ് കേൾപ്പിക്കും. എന്നും പറഞ്ഞ് കേൾപ്പിക്കും. ചില ദിവസങ്ങൾ നല്ല സ്മാർട്ടായിട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കേൾപ്പിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത് കേട്ടോ. നമ്മുടെ രാകേഷണം വന്നു കേട്ടോ. അപ്പോൾ രാകേഷണം വന്നു. രാകേഷണം ഇന്നും ഇതുപോലെ പൊതിയായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ പൊതിയായിട്ട് വന്ന് ഞാനൊരു തടിച്ചി പാറുവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് വഴക്കാണ്, ഇതുപോലെ വരരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് എൻ്റെ കയ്യിലേ തരുള്ളൂ കേട്ടോ. 2 മക്കളുടെ കയ്യിലും കൊടുക്കൂല. കണ്ണൻ്റെ കയ്യിൽ, സാധാരണ കുഞ്ഞുങ്ങളുടെ കയ്യിലല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്, വീട്ടിലെ ഏറ്റവും ഇളയ ആളുടെ കയ്യിൽ. പക്ഷെ അങ്ങനെയില്ല കേട്ടോ. എന്ന് തൊട്ടാണോ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് അന്ന് തൊട്ട് ഇതുപോലെ എൻ്റെ കയ്യിൽ കൊണ്ടേ തരത്തുള്ളൂ കേട്ടോ. ഇപ്പം എന്നും വൈകിട്ട് മിക്കവാറും ദിവസങ്ങളിൽ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതിന് ശേഷമാണ് കേട്ടോ. ഇത് മടക്ക് ബോളി അങ്ങനെ എന്തോ സംഭവം. ഇതെന്തുവാ? ലാഡർ. ഇതെന്തുവാ? പറ, ഇവിടെ എഴുന്നേറ്റിരുന്ന് പറ. ഇതെന്തുവാ? ഇതെന്തുവാ? ലീഫ്. ഇതെന്തുവാ? ലാമ്പ്. ഇതെന്തുവാ? ലോക്ക്. ഇതെന്തുവാ? ആരുടെ ലോറിയാ? ആരുടെയാ? ഒച്ചത്തിപ്പ അർജുൻ്റെ ലോറി അല്ലേ? അർജുൻ ചേട്ടൻ്റെ ലോറിയാണോ ഇത്? നോക്ക്, അർജുൻ ചേട്ടൻ ഉണ്ടാകത്ത്. ഞാനിത് എടുത്ത് കാണിക്കാൻ കാരണം ലോറി കാണുമ്പോൾ ഇപ്പം കണ്ണൻകുട്ടൻ പറയുന്ന അർജുൻ്റെ ലോറിയാണ് ആ പോകുന്നതെന്നാണ് കേട്ടോ. അത് ഇപ്പം കുഞ്ഞു കുട്ടികൾക്ക് പോലും അർജുനെ അറിയാമെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ലേ എന്തായാലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പഠിപ്പീരും ആ സ്നാക്സ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാജേഷണൻ അച്ചാറിടുകയാണ് കേട്ടോ. ഞങ്ങളുടെ അച്ചാർ സ്പെഷ്യലിസ്റ്റ് രാജേഷണനാണല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പല വീഡിയോസും കണ്ട ആളുകൾക്ക് മനസ്സിലാകും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, രാജേഷണൻ ഇടുന്ന അച്ചാർ ഒരു ദിവസം ഒരു കുപ്പിയിലാക്കി തരുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരു ദിവസം തരാവേ. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഡിന്നർ കഴിക്കുകയാണ്. എനിക്കും രാജേഷനും കണ്ണൻകുട്ടനും ചപ്പാത്തി, പരിപ്പ് കറി, പൊന്നുകുട്ടിക്ക് ചോറും പരിപ്പ് കറിയും പടവലങ്ങ മെഴുക്കുവരട്ടി രാവിലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ്. പിന്നെ രാജേഷിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പിണ്ടി തന്നായിരുന്നു. അത് ഞാൻ രാത്രി തന്നെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പിണ്ടി അരിയുക എന്നൊക്കെ പറയുന്ന ഒരു ഇച്ചിരി പണിയുള്ള പരിപാടി അല്ലേ. അതിൻ്റെ ഒരു നാരുണ്ടല്ലോ, ആ നാര് ഇത് കണക്ക് ചുറ്റി എടുത്ത് വേണ്ടേ ചെയ്യാനായിട്ട്. അതുകൊണ്ട്
അത് രാത്രി തന്നെ ഇങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് രാത്രി തന്നെ അരിഞ്ഞു വെച്ചാൽ നമുക്ക് രാവിലെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ കിച്ചണിൽ സമയം കുറച്ച് ഇതായി പോകും. കാരണം എനിക്ക് കൂടുതൽ വിളക്ക് കത്തിക്കണം, ആ ഒരു കാര്യത്തിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നുണ്ട്. കിച്ചണിലോട്ടുള്ള എന്തെങ്കിലും രാത്രിയിൽ ഞാൻ ഇതുപോലെ അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ. തേങ്ങ ചിരണ്ടി വെക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പപ്പണിയാണ്. അപ്പോൾ അത് കട്ടിംഗ് ബോർഡിലിട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടി കേട്ടോ. നല്ല കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി എന്താണ്, ഇനി കിടന്നുറങ്ങണം. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ